ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വേരിയേഷണൽ പ്രിൻസിപ്പിൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ യൂസസിൽ പറഞ്ഞൊരു കാര്യമാണ്. നോർമൽ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ സ്റ്റഡി ചെയ്യാനും എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ സ്റ്റഡി ചെയ്യാനും ആയിട്ടിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഹീലിയത്തിനെ കുറിച്ചും ഒന്ന് ഡ്യൂട്രോണിനെ കുറിച്ചും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം. ഇവിടെ ഹീലിയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹീലിയം എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺസ് ആൻഡ് എ ന്യൂക്ലിയസ്. അപ്പോൾ ആ ന്യൂക്ലിയസിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. സോ ഹീലിയം ഈസ് ആൻ ആറ്റം കൺസിസ്റ്റിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ് ആൻഡ് എ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 2 കാര്യങ്ങളാണ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് 2 ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രോജനിക് ടേംസും ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ ടേമും. ദ ഹാമിൽട്ടോണിയൻ കൺസിസ്റ്റ് ഓഫ് two independent hydrogenic terms. And electron repulsion term. അതെന്ന് പറയുന്നത് E² ഡിവൈഡഡ് ബൈ R12. ഇതാണ് ഇലക്ട്രോൺ റിപ്പൾഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹീലിയം ആറ്റം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് അതിലുള്ളത്. 2 ഇലക്ട്രോണും ഒരു ന്യൂക്ലിയസും. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നതും 2 കാര്യങ്ങളാണ് കമ്പൈൻ ചെയ്യുന്നത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രോജനിക് ടേംസും ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ ടൈമും. ഇനി ഈ ഹാമിൽട്ടോണിയൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ദ സൊല്യൂഷൻ ഓഫ് Hamiltonian is given by phi. അപ്പോൾ ഹാമിൽട്ടോണിയൻ 2 ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രോജനിക് ടേംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ സൊല്യൂഷനും ഇതുപോലെ തന്നെ 2 ടേംസാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് phi1 ഉം phi2 ആണ്. phi1 എന്ന് പറയുന്നത് R1 വിത്ത് റെസ്പെക്റ്റും phi2 എന്ന് പറയുന്നത് R2നും. The solution of Hamiltonian phi phi consists of phi1 and phi2. Phi is equal to phi1 of R1 into phi2 of R2. ഇവിടെ phi ആണ് നോർമലൈസ്ഡ് ഹൈഡ്രോജനിക് വേവ് ഫംഗ്ഷൻ. നോർമലൈസ്ഡ് ഹൈഡ്രോജനിക് വേവ് ഫംഗ്ഷൻ. ഈ phi എന്ന് പറയുന്നത് phi1 phi2 എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇതിൻ്റെ വേറൊരു ഫോം എന്ന് പറയുന്നത് phi ഈസ് ഈക്വൽ ടു Z³ ഡിവൈഡഡ് ബൈ പൈ A0³ എക്സ്പോണൻഷ്യൽ മൈനസ് Z/A0 R1 + R2. ഇവിടെ phi എന്ന് പറയുന്നത് നോർമലി എന്താണ്, ട്രയൽ ഫംഗ്ഷനാണ്. ആ ട്രയൽ ഫംഗ്ഷനാണ് നമ്മൾ phi1 phi2 എന്ന് പറഞ്ഞത്, അതായത് ഹാമിൽട്ടോണിയൻ്റെ സൊല്യൂഷനായിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞ് ഹീലിയം ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസും ഉണ്ട് 2 ഇലക്ട്രോൺസും ഉണ്ട്. ഇതാണ് He ആറ്റം. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഓരോ ഇലക്ട്രോണിനും അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒരു
ഇലക്ട്രോണിന് അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, മറ്റേ ഇലക്ട്രോണിനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റേ ഇലക്ട്രോണിൻ്റെ ഒരു ഫോഴ്സ് ഇൻ്റർഫിയർ ചെയ്യും. അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു സ്ക്രീനിങ് ഇതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ലെസ് ദാൻ 2e. 2 ഇലക്ട്രോണിൻ്റെ ചാർജസിനേക്കാളും ലെസ് ആയിരിക്കും ഇതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു സ്ക്രീനിങ് the nuclear charge is less than 2e. അപ്പോൾ ഹീലിയം എന്ന് പറയുന്നത് 2 ഇലക്ട്രോണും ഒരു ന്യൂക്ലിയസും ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രോജനിക് ടേംസ് കൂടി ചേരുന്നതാണ്. ആ ടേമും പിന്നെ ഇലക്ട്രോൺ റിപ്പൾഷൻ ടേമും ഉണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് ഹൈഡ്രോജനിക് ടേംസും ഇലക്ട്രോൺ റിപ്പൾഷൻ ടേമും കൂടി ചേരുന്നതാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിൻ്റെ സൊല്യൂഷനും 2 ടേംസിൻ്റെ കോമ്പിനേഷനാണ്. അതായത് φ = φ1 φ2. അതുപോലെ തന്നെ φ എന്ന് പറയുന്നത് z³ ഡിവൈഡഡ് ബൈ πa0³ എക്സ്പോണൻഷ്യൽ -z/a0 r1 r2. ഈ φ എന്ന് പറയുന്നതാണ് ഇവിടെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആദ്യം ട്രയൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കും, പിന്നെ എച്ച് പറയും, പിന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് പറയും. സോ ഇവിടെ ട്രയൽ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് the function corresponding to zd, the function corresponding to zd, അതാണ് ഇവിടെ ട്രയൽ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. ദ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു zd ഈസ് ടേക്കൺ ആസ് ദി ട്രയൽ ഫംഗ്ഷൻ. ഇവിടെ z എന്ന് പറയുന്നതാണ് വേരിയബിൾ പാരാമീറ്റർ. ഇവിടെ z ആണ് വേരിയബിൾ പാരാമീറ്റർ. അപ്പോൾ നമ്മൾ ട്രയൽ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി പറയേണ്ടത് ഹാമിൽട്ടോണിയൻ ആണ്. ദ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ ബൈ h is equal to -h² del1 square divided by 2m minus z-ke square divided by r1. ഇപ്പോൾ ഒരു ടേമായി. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഇതേ ടൈം തന്നെ r2ൻ്റെ ടൈംസിൽ -h² del2 divided by 2m minus z-ke square divided by r2. ഇതാണ് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. പ്ലസ് z- minus z into ke square into 1/r1 plus 1/r2 plus ke square divided by r12. ഇത്രയാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 4 ടേംസിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ. സോ ഹാമിൽട്ടോണിയൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് -h² del1 square divided by 2m minus z-ke square by r1. ഇതാണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം ഇതിൻ്റെ കോപ്പി തന്നെയാണ്. അവിടെ del1 square എന്ന് പറയുന്നത് del2ഉം r1 വരെ r2 ആയിട്ട് വരും. പിന്നെ ഇപ്പോൾ തേർഡ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം തന്നെ വേറൊരു ഫോമാണിത്. അതായത് തേർഡ് ടൈം വന്നപ്പോഴത്തേനും ഈ പാർട്ട് അങ്ങോട്ട് പോയി, ഈ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് പോയിട്ട് z- പകരം z- minus z വന്ന് ke square ഉണ്ട് ഡിവൈഡഡ് ബൈ 1/r1 പകരം 1/r1 plus 1/r2 വരും. പിന്നെ ഫോർത്ത് ടൈം വന്നപ്പോഴത്തേനും z- പോയി ke square divided by r1, ke square divided by r1 പകരം r12. അതിൽ 1ഉം 2ഉം കമ്പൈൻ ആയിട്ട് വന്നു. ഇവിടെ 1ഉം 2ഉം സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇവിടെ 1 r12 എന്ന് പറയുന്ന ടൈം ഒറ്റ ഇതായിട്ട് വന്നു. സോ ഫസ്റ്റ് ഒരു ടൈമുണ്ട്, സെക്കൻഡ് ടൈം അതിൻ്റെ കോപ്പിയാണ്. തേർഡ് ടൈം എന്ന് പറയുന്നത് അതിൽ ഈ ടൈം പോയിട്ട് z- വരെ z- minus z വന്നു. ഫോർത്ത് ടൈം വന്നപ്പോൾ z- പോയി ke square by r12. ഇതാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് വേർ ke is equal to 1/4πε0. അതാണ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത്.
ഇനി എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ടേക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്, അതായത് എച്ച് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എടുക്കുമ്പോഴത്തേനും 5(1) മൈനസ് എച്ച് കട്ട് സ്ക്വയർ del 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m മൈനസ് ഇസഡ് ഡാഷ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 φ1 പ്ലസ് ഇനി φ2ൻ്റെ ടൈം φ2 മൈനസ് എച്ച് കട്ട് സ്ക്വയർ del 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m മൈനസ് ഇസഡ് ഡാഷ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 ഇൻറ്റു φ2 പ്ലസ് ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് ഇൻറ്റു φ1 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 φ1 പ്ലസ് ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് φ2 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 φ2 പ്ലസ് φ1 φ2 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R12 ഇൻറ്റു φ1 φ2. ഇത്രയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇതിൽ വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ φ1ഉം φ2ഉം ഓരോ ടേംസിൻ്റെ, ഇപ്പോൾ ഓരോ ടേംസ് എടുക്കുമ്പോൾ ഇവിടെ φ1 വരും, ഇവിടെ φ2 വരും. ഈ ടേംസിന് R1ഉം R2 ഉള്ളതുകൊണ്ട് ഇതേ ടൈമിന് φ1ഉം φ2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇവിടെ ഈ ടൈമിൽ φ1 φ2 വരും. R1ഉം R2ഉം സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ ടൈം ഇവിടെ φ1 φ2 വന്നു. ഇത്രയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കുമ്പോൾ വരുന്നത്. ഇവിടെ WH ഓക്കെ. ഇനി ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഇൻ്റഗ്രൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രയൽ ഫംഗ്ഷന് ഇക്വേഷൻ 1 എന്നും ഹാമിൽട്ടോണിയന് ഇക്വേഷൻ 2 എന്നും എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് ഇക്വേഷൻ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച്, ട്രയൽ ഫംഗ്ഷൻ പറഞ്ഞ്, ഹാമിൽട്ടോണിയൻ പറഞ്ഞ്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവും പറഞ്ഞു. ഇനി ഇതിൽ ഓരോ ഇൻ്റഗ്രൽസിൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, 5 ഇൻ്റഗ്രൽസ് ആണ് ഇതിൽ കമ്പൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാല്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഓരോന്ന് എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽസ് ഉണ്ട്. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ വാല്യൂസ് കണ്ടുപിടിക്കണം. പക്ഷേ എല്ലാത്തിൻ്റെയും എക്സ്പാൻഷൻ പറയുന്നില്ല, ചിലതിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ to find the integral value φ1 minus h cut square del 1 square divided by 2m minus z dash k square divided by R1 φ1. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഇസഡ് ഡാഷ് സ്ക്വയർ WH. അതുപോലെ തന്നെ φ2 മൈനസ് എച്ച് കട്ട് സ്ക്വയർ del 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m മൈനസ് ഇസഡ് ഡാഷ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 φ2 മൈനസ് ഇസഡ് ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ WH. ഇത്രയാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനും എക്സ്പാൻഷൻ ഉണ്ട്, പക്ഷേ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് വാല്യൂ പറഞ്ഞാൽ മതി. ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇതിൻ്റെ എക്സ്പാൻഷൻ കാണിക്കുന്നില്ല. ഇനി തേർഡ് ടൈമിൻ്റെ കാര്യം വരുമ്പോഴത്തേനും φ1 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 φ1. ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എങ്ങനെ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ A0 ക്യൂബ് ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ A0 ക്യൂബ് ഇൻ്റഗ്രൽ 0 to 2 പൈ d5 ഇൻ്റഗ്രൽ 0 to പൈ സൈൻ θ1 d θ1. ഇനി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി R1 എക്സ്പൊണൻഷ്യൽ
മൈനസ് 2z ഡാഷ് r1 ഡിവൈഡഡ് ബൈ a0 ഇൻറ്റു dr1. ഇത് ഇവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രലാണ് വന്നേക്കുന്നത്. ഇത് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റിലെ ഇൻ്റഗ്രലാണ്. അതുകൊണ്ടാണ് ട്രിപ്പിളായിട്ട് വന്നത്. അതായത് ഫൈയുടെയും തീറ്റയുടെയും ആറിൻ്റെയും വാല്യൂസിൽ ഫസ്റ്റ് കോർഡിനേറ്റ് ആയതുകൊണ്ടാണ് അവിടെ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. φ1 θ1 r1. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻറ്റ് നോക്കിയാൽ എന്താണ്? ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ a0 ക്യൂബ് ഇൻ്റഗ്രൽ 0 to 2 പൈ d φ1 ഇൻ്റഗ്രൽ 0 to പൈ സൈൻ തീറ്റ d തീറ്റ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി r1 എക്സ്പോണൻഷ്യൽ മൈനസ് 2r ഇസഡ് ഡാഷ് ബൈ r1 a0 ഇൻറ്റു dr1. ഇത്രയാണ് ഇവിടുത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ a0 ക്യൂബ് ഇൻറ്റു 4π ഇൻറ്റു 1/2 ഇസഡ് ഡാഷ് ഡിവൈഡഡ് ബൈ a0 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഈ രണ്ട് ഫൈയും തീറ്റയും കൂടി ചേർത്താണ് നമുക്ക് 4π കിട്ടുന്നത്. ഇതിൻ്റെ വാല്യൂ, ഈ തേർഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് 1/2 ഇസഡ് ഡാഷ് ഡിവൈഡ് ബൈ a0 സ്ക്വയർ എന്ന് കിട്ടിയത്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ a0 ക്യൂബ് ഇൻറ്റു 4π ഇൻറ്റു a0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇസഡ് ഡാഷ് സ്ക്വയർ. അപ്പോൾ ഇവിടെ 4ഉം 4ഉം കട്ടായി, പൈയും കട്ടായി, a0 ക്യൂബും a0 സ്ക്വയറും കൂടി കട്ടായി. സോ നമ്മൾ ബാക്കി ടേംസ് എഴുതി കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ a0. ഇത്രയാണ് നമുക്ക് റിമൈനിങ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ WHൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് രണ്ട് ഇൻ്റഗ്രലിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് WH വന്നായിരുന്നു. WHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 2h കട്ട് സ്ക്വയർ. ഇതാണ് WHൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി a0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π എപ്സിലോൺ 0 h കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇ സ്ക്വയർ. ഇതാണ് a0യുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ φ1 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ r1 φ1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും നോക്കി കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ a0യുടെ വാല്യൂ എന്താണ്? 4π എപ്സിലോൺ 0 h കട്ട് സ്ക്വയർ ഇൻറ്റു എം ഇ സ്ക്വയർ. അപ്പോൾ ഇസഡ് ഡാഷ് ക്യൂബ് കെ എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 h കട്ട് സ്ക്വയർ. അപ്പോൾ ഇവിടെ കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ 1/4π എപ്സിലോൺ 0 കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ഡാഷ് ക്യൂബ് കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ h കട്ട് സ്ക്വയർ. ഇനി നമുക്ക് WH എന്ന് പറയുന്നത് കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 2h കട്ട് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇസഡ് ഡാഷ് ക്യൂബ് കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 2h കട്ട് സ്ക്വയർ. അപ്പോൾ ഇതിനെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇവിടെ ഒരു കറക്ഷൻ ഉള്ളത്, നമ്മൾ ഇവിടെ ഇസഡ് ഡാഷ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഇസഡ് ഡാഷ് ക്യൂബാണ്. സോ ഇത് കട്ടായി പോവും. ഇവിടെ ഇസഡ് ഡാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇസഡ് ഡാഷ് WH എന്ന് നമുക്ക് വരും. ഏത്? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ φ1 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ r1 φ1 എന്ന് പറയുന്നത് 2 ഇസഡ് ഡാഷ് WH എന്ന് വരും. ഇനി ഇതിപ്പോൾ തേർഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. ഇതുപോലെ തന്നെ ഫോർത്ത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് φ2 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ r2 φ2 എന്ന് പറയുന്നത് 2 ഇസഡ് ഡാഷ് WH എന്ന് വരും.
ഇനി ഫിഫ്ത്ത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 5152 കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ R12 ഇൻറ്റു 5152. ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ 16k ഇസഡ് ഡാഷ് സ്ക്വയർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ A0 റൈസ് ടു 6 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് 2ZR2 ഡിവൈഡഡ് ബൈ A ഇൻറ്റു R2 ഇൻറ്റു ഇതിൻ്റെ കൂടെ തന്നെയുള്ളൊരു ടൈമാണ് ഇൻ്റഗ്രൽ 0 ടു R2 എക്സ്പോണൻഷ്യൽ മൈനസ് 2ZR1 ഡിവൈഡഡ് ബൈ A0 ഇൻറ്റു R1 സ്ക്വയർ DR1 ഇൻറ്റു DR2. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു എക്സ്പാൻഷനാണ് ഈ ഫിഫ്ത്ത് ഇൻ്റഗ്രലിന് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 16k വരുന്ന ഒരു കോഎഫിഷ്യൻ്റ് ടേമും R2ൻ്റെ ഒരു ടേമും DR2ൻ്റെ ഒരു ടേമും, ഇത്രയാണ് ഇതിൻ്റെ എക്സ്പാൻഷനിൽ വരുന്നത്. ഇതൊരു പാർട്ട് മാത്രമാണ്, ഇതിൻ്റെ കൂടെ ഒരു ടേം കൂടിയുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ 16kയുടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, R2ൻ്റെ ഒരു ടേമുണ്ട്, DR2ൻ്റെ ഒരു ടേമും ഉണ്ട്. സോ ഇനി അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. 16k ഇസഡ് ഡാഷ് സ്ക്വയർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ A0 റൈസ് ടു 6 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് 2ZR2 ഡിവൈഡഡ് ബൈ A0 ഇൻറ്റു R2 സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ R2 ടു ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് 2ZR1 ഡിവൈഡഡ് ബൈ A0 ഇൻറ്റു R1 DR1 ഇൻറ്റു DR2. സോ ഇവിടെ നമ്മൾ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ 16k ഇസഡ് ഡാഷ് സ്ക്വയർ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ A0 റൈസ് ടു 6 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് 2ZR2 ഡിവൈഡ് ബൈ A0 ഇൻറ്റു R2ൻ്റെ ഒരു ടേം, DR2ൻ്റെ ഒരു ടേമിൽ ഇൻ്റഗ്രൽ 0 ടു R2 ആണ്. സോ ഇവിടെ R1 സ്ക്വയർ DR1. സെക്കൻഡ് ടൈമിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അതുപോലെ തന്നെയുണ്ട്. സെക്കൻഡ് ടൈമും R2ന് പകരം ഇവിടെ R2 സ്ക്വയർ ആണ്. തേർഡ് ടൈമിൽ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ 0 ടു R2 ആയിരുന്നു, ഇവിടെ R2 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. എക്സ്പോണൻഷ്യൽ വാല്യൂ സെയിം തന്നെ. R1 സ്ക്വയറിന് പകരം ഇവിടെ R1 സ്ക്വയർ DR1 ആയിരുന്നു, ഇവിടെ R1 DR1 തന്നെയാണ് ഇൻറ്റു DR2. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 5/4 ഇസഡ് ഡാഷ് കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 2h കട്ട് സ്ക്വയർ. സോ ഇവിടെ ഈ ടേം കെ സ്ക്വയർ എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 2h കട്ട് എന്ന് പറയുന്നതാണ് WH. അപ്പോൾ 5/4 ഇസഡ് ഡാഷ് WH. ഇതാണ് ഫിഫ്ത്ത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ്റഗ്രൽ വാല്യൂസ് ഇൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഫസ്റ്റ് രണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇസഡ് ഡാഷ് സ്ക്വയർ WH മൈനസ് ഇസഡ് ഡാഷ് സ്ക്വയർ WH പിന്നെ 2z ഡാഷ് WH പ്ലസ് ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് ഡാഷ് ഉണ്ട്, അതിൻ്റെ കൂടെ 2z ഡാഷ് WH പ്ലസ് ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് 2z ഡാഷ് WH പ്ലസ് 5/4 ഇസഡ് ഡാഷ് WH. ഇത്രയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ വരുന്നത്. ഇനി ചില ടൈംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2z ഡാഷ് സ്ക്വയർ WH പ്ലസ് 4z ഡാഷ് മൈനസ് z ഡാഷ് ഇൻറ്റു z ഡാഷ് WH പ്ലസ് 5/4
ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച്. ഇതാണ് നമ്മൾ ടേംസ് കമ്പൈൻ ചെയ്ത് എഴുതിയാലുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -2 ഇസഡ് ഡാഷ് സ്ക്വയർ ഡബ്ല്യു എച്ച് പ്ലസ് 4 ഇസഡ് ഡാഷ് സ്ക്വയർ ഡബ്ല്യു എച്ച് മൈനസ് 4 ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച് പ്ലസ് 5/4 ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച്. അപ്പോൾ ഇനി ഈ രണ്ട് ടേംസ് കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇസഡ് ഡാഷ് സ്ക്വയർ ഡബ്ല്യു എച്ച് മൈനസ് 4 ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച് പ്ലസ് 5/4 ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച്. ഇത്രയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ട്രയൽ ഫംഗ്ഷൻ പറഞ്ഞ് ഇസഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ പൈ a0 ക്യൂബ് എക്സ്പോണൻഷ്യൽ മൈനസ് ഇസഡ് ബൈ a0 r1 r2. അത് കഴിഞ്ഞ് ഹാമിൽട്ടോണിയൻ പറഞ്ഞ് അത് കഴിഞ്ഞ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ എടുത്ത് അത് 5152 ഡിഫറെൻറ്റ് ടേംസിൻ്റെ ഫോർമാറ്റിൽ വരും. അത് അപ്പോൾ 5 ഇൻ്റഗ്രലിൽ നമുക്ക് അവിടെ വന്നു. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ചപ്പോഴത്തേനും അതിൽ എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഓരോ വാല്യൂസും വേണമെങ്കിൽ ഇന്ന വാല്യൂൻ്റെ ഇത് ഇന്നതാണെന്ന് പറയാം. അതായത് ഓരോ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ 2 കേസിലാണ് ഇവിടെ എക്സ്പാൻഷൻ പറയുന്നത്, തേർഡ് ടേമിൻ്റെ കാര്യത്തിലും ഫിഫ്ത്ത് ടേമിൻ്റെ കാര്യത്തിലും. ഫസ്റ്റും സെക്കൻഡും ടേമിൻ്റെ വാല്യൂ സിമിലറാണ്, സെക്കൻഡും തേർഡും വാല്യൂവിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സിമിലറാണ്, ഫിഫ്ത്തിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആണ്. സോ ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് തേർഡ് ടേമിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ പറയുന്നുള്ളൂ, അതായത് ഇൻ്റഗ്രൽ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ വലിയ മാർക്കിന് 50 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ മാത്രം അത് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷേ ഇത്ര മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയിരിക്കുന്നതാണ് നല്ലത്. ആ വാല്യൂ ഡയറക്റ്റ് ഇന്നതാണ്, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇന്നതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസും കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഒരു ഇൻ്റഗ്രലും കണ്ടുപിടിച്ച്. അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ 4നെ ഇസഡ് ഡാഷിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസിങ് വിത്ത് റെസ്പെക്ട് ടു ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് എച്ച് ടു ഫൈൻഡ് minimum value of h, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡാഷ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് 0 = 4 ഇസഡ് ഡാഷ് ഡബ്ല്യു എച്ച് മൈനസ് 4 ഇസഡ് ഡബ്ല്യു എച്ച് പ്ലസ് 5/4 ഡബ്ല്യു എച്ച്, ഇത്രയും കിട്ടും. ഇനി ഇവിടുന്ന് 4 ഡബ്ല്യു എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ 4 ഡബ്ല്യു എച്ച് ഇൻറ്റു ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് പ്ലസ് 5/4 ഡബ്ല്യു എച്ച്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -4 ഡബ്ല്യു എച്ച് ഇൻറ്റു ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5/4 ഡബ്ല്യു എച്ച്. ഇപ്പോൾ ഡബ്ല്യു എച്ചും ക്യാൻസൽ ആയിപ്പോയി. ഇസഡ് ഡാഷ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് -5/16, ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് ഇസഡ് മൈനസ് 5/16. ഇതാണ് ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂ നമ്മൾ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 5 in 4, അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് 2 ഇസഡ് മൈനസ് 5/16 സ്ക്വയർ ഡബ്ല്യു എച്ച് മൈനസ് 4 ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 5/16 ഡബ്ല്യു എച്ച് പ്ലസ് 5/4 ഇസഡ് മൈനസ് 5/16 ഇൻറ്റു ഡബ്ല്യു എച്ച്. ഇത്രയും വരും. ഇനി ഈ ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സ്ക്വയറിൻ്റെ ടേം എക്സ്പാൻഡ് ചെയ്താൽ 2 ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 10 ഇസഡ് ഡിവൈഡഡ് ബൈ 16 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 256 ഇൻറ്റു ഡബ്ല്യു എച്ച് മൈനസ് 4 ഇസഡ് സ്ക്വയർ ഡബ്ല്യു എച്ച് പ്ലസ് 20 ഇസഡ് ഡബ്ല്യു എച്ച്
divided by 16 plus 5/4 ZWH minus 25/64 WH. ഈ ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2Z² മൈനസ് 20Z/16 പ്ലസ് 50/256 മൈനസ് 4Z² പ്ലസ് 20ZW/16 പ്ലസ് 5/4Z മൈനസ് 25/64 WH. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്യാം. ഈ രണ്ട് ടേം തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2Z² എന്ന് കിട്ടും. പിന്നെ ഈ ടേം അതുപോലെ തന്നെ എഴുതാൻ പറ്റും, പ്ലസ് 5/4ZWH. ഇനി ഈ രണ്ട് ടേം എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 50/256 WH മൈനസ് 25/64 WH. ഇനി ഇവിടെ ഈ രണ്ട് ടേം സോൾവ്ഡ് ആണ്. ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 128 ആണ്. അപ്പോൾ മൈനസ് 2Z² പ്ലസ് 5/4ZWH പ്ലസ് 15 സ്പ്ലിറ്റ് ചെയ്ത് 25 × 2 എന്ന് എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ 25 × 2 എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് പോയിട്ട് 128 വരും. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ഇങ്ങനെ എഴുതാം, WH മൈനസ് 25/64. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഉള്ള ടൈമിൽ നിന്ന് 2 പുറത്തോട്ട് എടുത്ത് എഴുതിയ 25 നിന്ന് ഒരു 2 എടുത്ത് 256 നിന്ന് 2 എടുത്ത് ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്തത് WH. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 2Z² പ്ലസ് 5/4ZWH പ്ലസ് 25/128 WH മൈനസ് 50/128 WH. അപ്പോൾ അതെന്ന് പറയുന്നത് മൈനസ് 2Z² പ്ലസ് 5/4ZWH മൈനസ് 25/128 WH. ഇനി ഇവിടെ എല്ലാ ടൈമിൽ നിന്നും ഒരു മൈനസ് 2WH കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 2WH കോമൺ എടുത്തു കഴിഞ്ഞാൽ Z² മൈനസ് 5/4Z പ്ലസ് 25/256 അതായത് 128 ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിൽ നിന്ന് 2 പോയപ്പോൾ താഴത്ത് 256 വരും. അപ്പം ഈ ടൈമിന് ഇവിടെ Z² ഉണ്ട്, 5/4 ഇവിടെ 5/4 നിന്ന് 2 പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ 8 വരും. അപ്പം ഇത്രയും ടൈമിന് നമുക്ക് ഷോർട്ടാക്കി എന്ത് എഴുതാൻ പറ്റും, 2WH Z മൈനസ് 5/16 ഇതിൻ്റെ Z മൈനസ് 5/16 എക്സ്പാൻഷനാണ് ഇതെന്ന് പറയുന്നത്. Z² മൈനസ് 5/8 പ്ലസ് 25/256. ഇവിടെ WHന് നമ്മൾ 13.6 eV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇസഡിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 2 ആണ്, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 2 ആണ്, 2 പ്രോട്ടോണാണുള്ളത്. പിന്നെ WHൻ്റെ വാല്യൂ 13.6 eV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കാം. H എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് മൈനസ് 2 ഇൻറ്റു 13.6 ഇൻറ്റു 2 മൈനസ് 5/16 അതെന്ന് പറയുന്നത് നമുക്ക് ഇ എന്ന് പറയുന്നത് മൈനസ് 77.456 EV ആയിട്ട് കിട്ടും. ഇവിടെ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇത് നമുക്ക് തിയററ്റിക്കലായിട്ട് ഡിറൈവ് ചെയ്തെടുത്ത വാല്യൂ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് ട്രയൽ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത്
ഹാമിൽട്ടോണിയൻ എടുത്ത് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്ത് മിനിമൈസ് ചെയ്ത് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇതിന് ഇക്വേഷൻ 6 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്, അത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണ് ഇവിടുത്തെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിലോട്ട് WHൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് തിയററ്റിക്കലായിട്ട് മിനിമം എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കിട്ടി. മിനിമം പോസിബിൾ എനർജി എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് -77.456 EV എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി എനർജി ഈസ് -78.975 EV. എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടിയ വാല്യൂ. ഇനി വിത്തൗട്ട് സ്ക്രീനിങ്, ഇപ്പം നമ്മളൊരു സ്ക്രീനിങ് സംഭവിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതായത് ന്യൂക്ലിയസും 2 ഇലക്ട്രോൺസും വെച്ച് കൺസിഡർ ചെയ്തിട്ട് ഒരു സ്ക്രീനിങ് അവിടെ നടക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇനി വിത്തൗട്ട് സ്ക്രീനിങ് വി ഗെറ്റ് ground state energy E is equal to -75 EV. സ്ക്രീനിങ് ഇല്ലാത്ത കേസിൽ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് -75 EV കിട്ടും. ഇനി ഹൈലറാസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഹൈലറാസ് ഒബ്റ്റൈൻഡ് -78.7 EV വിത്ത് എ ട്രയൽ ഫംഗ്ഷൻ. ഹൈലറാസ് ഒബ്റ്റൈൻ ചെയ്ത വാല്യൂ ആണ് -78.7 EV എന്ന് പറയുന്നത്. അദ്ദേഹം യൂസ് ചെയ്ത ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് A×1+CR12 എക്സ്പൊണൻഷ്യൽ -Z'(A0)/R1+R2. ഈ ട്രയൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ വാല്യൂ ഒബ്റ്റൈൻ ചെയ്തത്. നമ്മൾ യൂസ് ചെയ്ത ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറെയാണ്. Z³ എക്സ്പൊണൻഷ്യൽ -Z/A0 R1+R2. അപ്പോൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും എന്ത് വ്യത്യാസമാണ് അവിടെ ട്രയൽ ഫംഗ്ഷനിൽ വരുന്നത് എന്നുള്ളത്. എക്സ്പൊണൻഷ്യൽ വാല്യൂവിൻ്റെ അകത്തുള്ള ടേം സെയിമാണ്, പുറത്തെ വാല്യൂ ആണ് മാറ്റം വന്നത്. അപ്പോൾ അങ്ങനെ മാറിയതുകൊണ്ടാണ് ഇവിടെ എനർജി വാല്യൂ ഡിഫറൻ്റ് ആയിട്ട് കിട്ടിയത്. അത് നമ്മൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നതാണ്. അതായത് എനർജിയുടെ വാല്യൂ നമുക്കിത് കിട്ടി, അത് കഴിഞ്ഞ് എക്സ്പെരിമെൻ്റലി കിട്ടിയ വാല്യൂ ഇതാണെന്ന് പറയുന്നത്. വിത്തൗട്ട് സ്ക്രീനിങ്ങിൽ നമുക്ക് -75 EV ആണ് കിട്ടുന്നത്. ഹൈലറാസ് ഒബ്റ്റൈൻ ചെയ്ത വാല്യൂ ഇത്രയാണ്. ഇനി ഇവിടെ R12ഉം Z' എന്ന് പറയുന്നതാണ് വേരിയബിൾ പാരാമീറ്റേഴ്സ്. ഇത്രയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രയൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ഹാമിൽട്ടോണിയൻ്റെ വാല്യൂ പറയണം, എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കണം, ഓരോ ഇൻ്റഗ്രൽസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്ത് Z' കണ്ടുപിടിക്കണം. Z'-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ Z-ഉം WHും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ പറയണം. തേർഡ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ വാല്യൂസ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് മിനിമൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് Z'-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മിനിമം അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് WHൻ്റെയും Z-ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് -77.45 EV കിട്ടും. അത് കഴിഞ്ഞ് എക്സ്പെരിമെൻ്റൽ വാല്യൂ പറയണം. വിത്തൗട്ട് സ്ക്രീനിങ് വാല്യൂ പറയാം. പിന്നെ ഹൈലറാസ് ഒബ്റ്റൈൻ ചെയ്ത വാല്യൂസിൻ്റെയും അതിൻ്റെ ട്രയൽ ഫംഗ്ഷനും വേരിയബിൾ പാരാമീറ്റേഴ്സിനെ കുറിച്ചും പറയണം. ഇത്രയാണ് നമ്മുടെ എസ്സേ എന്ന് പറയുന്നത്.